പ്രധാനപ്പെട്ട ഡെലിഗേഷനാണ്. വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ പോയി ലോകരാജ്യങ്ങളോട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ല പാകിസ്ഥാനിലെ യൂട്യൂബ് ചാനലുകളായാലും മാധ്യമങ്ങളായാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലതരത്തിലാണ്. ഇന്ത്യയുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റൊരു നറേറ്റീവാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായി തന്നെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തരൂരിനെ പോലെ പ്രധാനപ്പെട്ട എക്സ്പെർട്ടൈസുള്ള ഒരാൾ വേറെ ഇല്ല. കാരണം അപൂർവമായി സംഭവിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് പോകേണ്ടത്. അതിന് മറുപടി നൽകാൻ, ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പര്യാപ്തരായിരിക്കണം. അതിനുള്ള എക്സ്പീരിയൻസ് UN ഉള്ള എക്സ്പീരിയൻസ് തരൂരിനെ ഉപയോഗപ്പെടുത്തും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അത് രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നില്ല തരൂരിൻ്റെ ആ തരത്തിലുള്ള ഒരു പ്രസക്തി. BJP അതിനെ മറ്റൊരു തലത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. BJP കേന്ദ്ര സർക്കാർ കോൺഗ്രസിൻ്റെ അനുവാദം വാങ്ങാൻ നേരത്തെ അറിയിക്കാതെ അദ്ദേഹത്തെ ഫിക്സ് ചെയ്യുന്നു ഒരു കമ്മിറ്റിയുടെ തലവനായി. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലാണ് ഒരു നേർവഴി പോക്കുണ്ടോ ഈ വിഷയത്തിൽ എന്ന് നമുക്ക് സംശയം ഉയരുന്നത്. ഇത് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മുടെ പാർലമെന്റ് രൂപപ്പെടുന്നതും നമ്മളുടെ ഗവൺമെന്റ് രൂപപ്പെടുത്തുന്നതും പാർട്ടി അടിസ്ഥാനത്തിലാണ് മത്സരിക്കാനുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നത്. പാർട്ടി പ്രതിനിധിയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുപോലെ പാർട്ടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി, CPIM-ന്റെ പാർലമെന്ററി പാർട്ടി എന്നിങ്ങനെയാണ് അതിന്റെ സ്വരൂപം. അപ്പോൾ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഒരു MP പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിക്കാണ്. പലപ്പോഴും ആ പാർലമെന്ററി പാർട്ടിയാണ് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഈ പ്രശ്നം നമ്മൾ പരിഗണിക്കണം. ബാക്കി ഉള്ളത് ആഭ്യന്തരമായ പ്രശ്നമാണ്. കോൺഗ്രസ് ആരെ പ്രതിനിധിയായിട്ട് അയക്കും എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിയായി ആര് പോകണം എന്നുള്ളത് BJP എന്നുള്ള പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ആ സംവാദം ആ നിലയ്ക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള സവിശേഷമായ പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ത്യയുടെ ഇതപര്യന്തമുണ്ടായിട്ടുള്ള വിദേശ നയത്തിൽ, പ്രത്യേകിച്ച് പ്രതിരോധ നയത്തിൽ, കാശ്മീരുമായി ബന്ധപ്പെട്ട നയത്തിലും കാതലായ മാറ്റം ഉണ്ടായിരിക്കുന്നു. അതാണ് ന്യൂ നോർമൽ എന്ന പേരിൽ എന്ന് വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ച പുതിയ നയമാറ്റത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഭീകരതയെ അതിന്റെ വേരോട് പിഴുതെടുക്കും എന്നുള്ളതാണ്. എവിടുന്നാണോ ഭീകരത ഒറിജിനേറ്റ് ചെയ്യുന്നത് അവിടെ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് ആണവായുധം കാണിച്ച് ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈ ഭീകരവാദം നേരിട്ട് അക്രമം നടത്തുന്ന ഭീകരവാദികൾ മാത്രമല്ല, അവരെ അയക്കുന്ന ഭീകര സംഘടനയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രവും ഗവൺമെന്റും കൂടി ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്നതാണ്. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യത്തേത് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, ഭീകരന്മാരെ കണ്ടെത്തുന്നു, അവരെ ശിക്ഷിക്കുന്നു എന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതേസമയം ആണവായുധം പരിഗണിക്കില്ല എന്നത് വളരെ സവിശേഷമായ മാറ്റങ്ങൾ, വലിയ റിപ്രക്കഷൻ ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണ്. കാരണം നമ്മൾ ഇരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായ 4 ആണവ ശക്തികളുടെ കേന്ദ്രത്തിലാണ്. അതിൽ ചൈനയും പാകിസ്ഥാനും 2 ആണവ ശക്തികൾ അവര് ഏറെക്കുറെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു, ഒരു സഖ്യമായി പ്രവർത്തിക്കുന്നു. ഇതേ മേഖലയിൽ തന്നെ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സൈനിക ശക്തിയും അമേരിക്കയേക്കാൾ അധികം ആണവായുധ ശേഖരമുള്ള റഷ്യ നിൽക്കുന്നു. റഷ്യ നിർണായക ഘട്ടത്തിലെല്ലാം ഇന്ത്യയുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്, ഇനിയും നിൽക്കും. അത്രയും വലിയ സൗഹൃദം റഷ്യയും ഇന്ത്യയും തമ്മിലുണ്ട്. അപ്പോൾ റഷ്യ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ 4 ആണവ ശക്തികൾ ഒന്നിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ടാണിത്. അപ്പോൾ അവിടെ ഒരു ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ മുഴുവൻ കൺസേൺ ആണ്. അപ്പോൾ അക്കാര്യം സ്വാഭാവികമായിട്ടും ലോകത്തിലെ വൻ ശക്തികളോടും മറ്റ് രാജ്യങ്ങളോടും വിശദീകരിക്കേണ്ടി വരും. അതിനൊരു എക്സലന്റ് ടീം തന്നെ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ തരൂരിനേക്കാൾ ശേഷിയുള്ള ആളുകളുണ്ടെങ്കിൽ അത് പോകണം. അത് ചരിത്രപരമായി നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1948
ഈ UN കാശ്മീർ വിഷയം UN-ലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഹ്റു വിചാരിച്ചത് വളരെ ലളിതമായി ഈ കാര്യങ്ങൾ നമുക്ക് ലോക ജനതയെ വാദിച്ചുറപ്പിക്കാൻ സാധിക്കും, യുണൈറ്റഡ് നേഷൻസിന്റെ പിന്തുണ കിട്ടും എന്നുള്ളതാണ്. അതേസമയം പാകിസ്ഥാൻ പ്രതിനിധിയായിട്ടുള്ള സാഫറുൽ ഖാന്റെ ദീർഘമായ പ്രസംഗം കഴിഞ്ഞ സമയത്ത് അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങൾ, അന്നത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ, മുതലാളിത്ത ബ്ലോക്ക് ബ്ലോക്കായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല എന്നതാണ് അത് കാണിക്കുന്നത്. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒറട്ടറിക്കൽ സ്കിൽസ് വളരെ പ്രധാനമാണ്, ഡിബേറ്റിംഗ് കപ്പാസിറ്റി വളരെ പ്രധാനമാണ്. നമ്മൾ അയക്കുന്ന ആളുകൾക്ക് നമ്മുടെ നയം വളരെ ശരിയും ശാസ്ത്രീയവും തത്വാധിഷ്ഠിതവും സുവ്യക്തവുമായി അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭീകരത, ലഷ്കർ ഇ തയ്യബയുടെ കുറെ ഭീകരത ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണം നടത്തിയ ഭീകരരെ മാത്രം ടാർഗറ്റ് ചെയ്യുക, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, ശിക്ഷിക്കുക എന്നുള്ളതല്ല. അവരെ ട്രെയിൻ ചെയ്ത് അയക്കുന്ന ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയെ ലക്ഷ്യം വെക്കും. അവരെ സംരക്ഷിക്കുന്ന, പരിശീലനം കൊടുക്കുന്ന, പണം കൊടുക്കുന്ന, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുന്ന പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെയും അതിന്റെ ഗവൺമെന്റിനെയും ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്ന് പറയും. അപ്പോൾ ഇത് വളരെ സുവ്യക്തമായ ഒരു മാറ്റമാണ്. അപ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങളോട് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ലോകരാജ്യങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ ഇത് മൂന്നും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കാശ്മീർ സ്വന്തമായി കയ്യിൽ വെച്ചിട്ടുള്ള പ്രദേശം POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ്? അപ്പൊ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ പ്രകാരം യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഒരു പ്രദേശം സ്വന്തം രാജ്യത്തിന്റെ ഭാഗമായി വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന വാക്കിനർത്ഥം പാകിസ്ഥാൻ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത് അനധികൃതമായി അവർ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശമെന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് 1949 ആർമിട്ടൈസ് എഗ്രിമെന്റ്, വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത് മുതൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത ആ പ്രദേശം, ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാനികൾ പറയും, നമ്മൾ ഇപ്പോഴും നമ്മളുടെ എല്ലാ വാദങ്ങളിലും POK എന്നാണ് പറയുന്നത്. ആ POK എന്ന് പറയുന്ന പ്രദേശവും അതോടൊപ്പം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഈ പ്രദേശം ഇന്ത്യക്ക് കിട്ടണം എന്നിട്ടുള്ള വാദവും കൂടി ആഗോളതലത്തിൽ ഉയർത്തുമോ എന്നുള്ളത് വളരെ പ്രാപ്തനായ ഒരാൾ തന്നെയാണ് തരൂർ, സംശയമില്ല. റെജി പറഞ്ഞോളൂ സാർ, പെട്ടെന്ന് സാർ. അല്ല, ഒരു കാര്യവും കൂടി അതിന്റെ കൂടെയുണ്ട്. അത് ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ലഡാക്കിന്റെ ഭാഗമായ അക്സായി ചിൻ 36,000 ചതുരശ്ര കിലോമീറ്റർ ചൈന ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. അത് ചൈനീസ് ഒക്കുപ്പൈഡ് അക്സായി ചിൻ ആണ്. അപ്പൊ അതിന്റെ കാര്യം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ വലിയ സാധ്യതകളുള്ളതും നമ്മുടെ നയത്തിൽ വലിയ മാറ്റവും വരുന്ന ഒരു എക്സസൈസ് ആണ്. വാർത്ത പാകിസ്ഥാനും സമാനമായ ഡെലിഗേഷൻ വേണ്ടി ആളുകളെ വിടുന്നു എന്നുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നു.